അപ്പം എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നതാ ഒരു കയ്യിൽ ശർക്കരയും ഒരു കയ്യിൽ ഗോതമ്പും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം ശർക്കര ഉരുക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഉണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി എടുത്തിട്ട് നമുക്കിത് മാവ് റെഡിയാക്കി വയ്ക്കാം. ചപ്പാത്തി ഉണ്ടാക്കിയ കുട്ടികൾക്കൊന്നും അധികം പറ്റില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടാവില്ലെന്നൊന്നും അറിയില്ല, കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളൂ. ചെറിയ ചൂടുവെള്ളത്തിലാട്ടോ മാവ് കുഴച്ചെടുത്തേ. പരിപാടി കുട്ടികളുള്ള എല്ലാ വീട്ടിലും കണ്ടുവരുന്നൊരു പരിപാടിയാണല്ലേ. നമ്മൾ ചപ്പാത്തിക്ക് എന്തെങ്കിലും മാവ് കുഴയ്ക്കുമ്പോൾ കുട്ടികൾ വന്ന് കുറച്ച് മാവ് വാങ്ങിക്കൊണ്ടുള്ള പരിപാടി എല്ലാ വീട്ടിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പരത്തിയെടുക്കാം. അങ്ങനെ മാവ് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് വേണ്ട, കുറച്ച് കട്ടിയിലിരുന്നോട്ടെ. ഇത്ര കട്ടിയിൽ, ഏകദേശം ഇത്ര കട്ടിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഐറ്റം റെഡിയാക്കണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കണം. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ ആളെത്തി കേട്ടോ. അങ്ങനെ തേങ്ങ വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ തേങ്ങ ചിരകിയെടുക്കാണ്. ഒരു കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഷേപ്പാക്കി എടുക്കുന്നത്. മൂൺ ഷേപ്പാണ് വിചാരിച്ചത്. ചിലതൊക്കെ അങ്ങനെ കിട്ടി, ചിലതൊന്നും കിട്ടിയില്ല കേട്ടോ. നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് 1.5 ഗ്ലാസ് വെള്ളം എടുത്തു. പിന്നെ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനിയില്ലേ, അതും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. ഇനി ഇതിക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇടാം.
ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ ഈ ഐറ്റം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം കുറുക്കി വരുമ്പോൾ നമ്മൾ ചിരകി വെച്ച തേങ്ങയില്ലേ അതും കൂടെ അതിലിട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇതാ തേങ്ങ നമ്മൾ ചിരകി വെച്ച് നേരത്തെ ചിരകി വെച്ച തേങ്ങ ഉണ്ട് കേട്ടോ, അത് ഇടാണ്. തേങ്ങ ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ച് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ശർക്കര പാവൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി വേവിക്കാം. ഞങ്ങളുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.